നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രാങ്കോ മസ്റ്റൻഡോനോ, സാബി അലോൺസോ ഏറെ വിശ്വാസമർപ്പിച്ച കളിക്കാരനായിരുന്നു. ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് ആളുടെ അവസ്ഥ? കഴിഞ്ഞ 4 റയൽ മാഡ്രിഡ് മത്സരങ്ങളിലായിട്ട് അയാൾ കളിച്ചത് വെറും 13 മിനിറ്റാണ്. ഇൻ അർജൻറ്റീന ദർ ഈസ് കൺസേൺ വിത്ത് ദി ഫൈനലിസിമ ആൻഡ് വേൾഡ് കപ്പ് അപ്രോച്ചിങ്. മാർക്കയുടെ റിപ്പോർട്ടാണ്. അർജൻറ്റീനയിൽ ആശങ്കയുണ്ട് ഫ്രാങ്കോ മസ്റ്റൻഡൂനോയുടെ കാര്യത്തിൽ. ഈ ഫൈനലിസിമ വരുന്നു മാർച്ച് 27-ന്. അത് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ഉണ്ട്. അവർ ടീമിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന യുവതാരമാണ് ഫ്രാങ്കോ മസ്റ്റൻഡൂനോ. ആ താരത്തിന് പ്ലേയിങ് ടൈം ലഭിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അർജൻറ്റീനക്കാർക്ക് ആശങ്കയുണ്ട് എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇതിനൊരു വേറൊരു വശം കൂടിയുണ്ട്. ഇത് പല അർജൻറ്റീന ആരാധകരും ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്, താരത്തിൻ്റെ ആരാധകർ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അവസരങ്ങൾ ലഭിക്കാത്തത്? കിലിയൻ എംബാപ്പയുടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷനാണോ മസ്റ്റൻഡൂനോയെ കയറ്റിയിരുത്താനുള്ള കാരണം എന്നാണ് പലരും ചോദിക്കുന്നത്. അതായത് വലൻസിയക്കെതിരെയുള്ള മത്സരത്തിൽ ഇത് സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ഫ്രാങ്കോ മസ്റ്റൻഡൂനോ പെനാൽറ്റി ബോക്സിൽ നിൽക്കുന്നു, അപ്പുറത്ത് കിലിയൻ എംബാപ്പെ ഫ്രീ ആയിട്ട് നിൽക്കുന്നു. ആ മസ്റ്റൻഡൂനോ പാസ് കൊടുക്കാതെ ഷോട്ട് തീർത്തു. ആ സമയത്ത് എംബാപ്പെ വളരെ അനോയിഡായിരുന്നു. എംബാപ്പെ ഫ്രാങ്കോ മസ്റ്റൻഡൂനോട് പറഞ്ഞു, പാസ് മീ ദി ബോൾ, ഗിവ് ഇറ്റ് ടു മീ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. മസ്റ്റൻഡൂനോ അത് കേട്ടില്ല. അദ്ദേഹം അത് ഷോട്ട് തീർക്കുകയായിരുന്നു. എംബാപ്പെ അദ്ദേഹത്തിൻ്റെ റൈറ്റ് നെക്സ്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് ഡിസൈഡഡ് ടു ഷൂട്ട്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഒരൊറ്റ മിനിറ്റ് പോലും മസ്റ്റൻഡൂന കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. ഫ്രാങ്കോ മസ്റ്റൻഡൂന ഹാസ് പ്ലേഡ് 0 മാച്ചസ് ഇൻ 3 കൺസിക്യൂട്ടീവ് മാച്ചസ് സിൻസ് ദിസ് ഹാപ്പൻഡ് ഇൻ ദി മാച്ച് അഗെയിൻസ്റ്റ് വലൻസിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. അതിനുശേഷം 3 കളികളിൽ ഒറ്റ മിനിറ്റ് പോലും താരം കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഏതായാലും ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. സം മാഡ്രിഡ് ഫാൻസ് ഓൺ സോഷ്യൽ മീഡിയ ബിലീവ് ദാറ്റ് ദിസ് ഇൻസിഡൻറ്റ് ഹാഡ് സംതിങ് ടു ഡു വിത്ത് ഇറ്റ്. അത് കണ്ടറിയേണ്ട കാര്യമാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് ഇനിയും പുറത്തു വരേണ്ടതാണ്. പക്ഷെ കോച്ച് എന്തുകൊണ്ടോ അദ്ദേഹത്തെ ഇപ്പോൾ അത്രയധികം ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ ഇൻസിഡൻറ്റ് കാരണമായിരിക്കാം. അത് എംബാപ്പെ അയാളെ കളിപ്പിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല. ഇത്തരം അവസരങ്ങളിൽ വേണ്ട വിധത്തിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ താരം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുമാവാം. ഏതായാലും ആശങ്കയുണ്ട് അർജൻറ്റീനക്കാർക്ക്. വേൾഡ് കപ്പും അതുപോലെ ഫൈനലിസിമായും ഒക്കെ അടുക്കുമ്പോൾ അവരേറെ പ്രതീക്ഷ വെക്കുന്ന ഒരു യുവതാരത്തിന് പ്ലേയിങ് ടൈം ലഭിക്കാത്തതിൽ എന്ത് സംഭവിക്കും വരും മത്സരങ്ങളിൽ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.